പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റും ഉണ്ട്. നമുക്ക് ഇതുപോലൊരു സ്വിസ് റോൾ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓരോ ബിസ്ക്കറ്റ് ഇതുപോലെ നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് പൊടിച്ചെടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആവുന്ന വരെ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്യാം കേട്ടോ. ഏകദേശം ഇതേപോലെ ആവണം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാണ്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് തവയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ നമ്മൾ കേക്കൊക്കെ നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിൽ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ ഒന്ന് റോൾ ചെയ്തിട്ട് കൊടുക്കുക. പിന്നല്ലേ ഇത് റോൾ ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. കേക്ക് സോഫ്റ്റ് ആയതുകൊണ്ട് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതോടെ ഒരു 10 മിനിറ്റ് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ക്രീം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ ബീറ്റ് ചെയ്ത ക്രീം നമ്മുടെ കേക്കിന്റെ മുകളിൽ നല്ലോണം സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒന്നും കൂടി റോൾ ചെയ്തിട്ടെടുക്കാം. നേരത്തെ പോലെയല്ല, ഒന്നും കൂടി ശ്രദ്ധിച്ച് ടൈം എടുത്തിട്ട് മെല്ലെ ചെയ്താൽ മതി. ഇനി ഒരു 15 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യും. പിന്നെ ഈ കേക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ. അപ്പോൾ എങ്കിൽ ഉണ്ടാക്കി വെക്കാൻ മറക്കണ്ട, അടിപൊളിയാണ്.